ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? ഇന്നത്തെ ചെമ്പനീർ പൂവിൽ അങ്ങനെ സച്ചി അയാളെ കടയിൽ കൊണ്ടുപോയി ഇറക്കി അവിടെ ഗുണ്ടകൾ അടിച്ചോടിച്ച് അയാളെ രക്ഷിക്കുന്നുണ്ടല്ലോ, കടോടമസ്ഥനെ. അങ്ങനെ അവർ കൂട്ടാവാണ്. അപ്പോൾ ആളുടെ പേര് പ്രഭാകരൻ എന്നാണ്. സച്ചിയുടെ പേരെന്താ ചോദിക്കുന്നത്? അപ്പം സച്ചി എന്നാണ് പറയണത്. അപ്പോൾ പറയണ ആൾ മക്കളൊക്കെ അമേരിക്കയിലാണ്, ഞാൻ മാത്രമേ നാട്ടിലുള്ള മക്കൾ നിർബന്ധിക്കുന്നുണ്ട് അമേരിക്കയ്ക്ക് വരാൻ പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് കട ഇട്ടിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ടാണ്. കട നന്നായി നോക്കണ ഒരാൾക്ക് മാത്രമേ കട ഞാൻ കൊടുക്കുള്ളൂ. കട വിറ്റിട്ട് പോകാനാണ്. നന്നായി നോക്കണ ഒരാൾക്ക് മാത്രമേ കട കൊടുക്കുള്ളൂ. പിന്നെ എൻ്റെ ഒരു ആഗ്രഹം എന്താ വെച്ചാൽ, ഞാൻ കൊടുക്കുന്ന ആൾ എൻ്റെ കാലശേഷം വരെയെങ്കിലും ഈ കട ഇവിടെ ഉണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയണം. അപ്പോൾ സച്ചി ചോദിക്കാൻ, സാറ് ഒരിക്കലും കട വിട്ട് കളയരുതെന്ന് പറയണം. അപ്പോൾ അതെന്താ സച്ചി, നിനക്ക് കടയെടുക്കാൻ വല്ല പ്ലാനും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അദ്ദേഹം. അല്ല, എൻ്റെ ചേട്ടൻ ഉണ്ട്, ചേട്ടന് നല്ല പഠിപ്പൊക്കെ ഉള്ള ആളാണ്, ആളൊരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ വീട്ടിൽ പോയിട്ട് ആളോടൊന്ന് ചോദിച്ച് നോക്കട്ടെ എന്നൊക്കെ പറയണം. അപ്പോൾ ശരി സച്ചി, നീ ആകുമ്പോൾ എന്നെ ഗുണ്ടകളിൽ നിന്ന് രക്ഷിച്ചല്ലേ, നിനക്ക് ഞാൻ എന്തെങ്കിലും വില കുറച്ച് തരാമെന്ന് പറയണം. എന്നിട്ട് പൈസ എടുത്ത് കൊടുക്കുമ്പോൾ 1000 രൂപ എടുത്ത് കൊടുക്കുമ്പോൾ, സാർ ഇത്രയൊന്നും വേണ്ട, 650 പറഞ്ഞ്, സാരില്ലേ ബാക്കി നീ വെച്ചോ എന്ന് പറയണം. ഈ സമയത്ത് ചന്ദ്രോദയത്തിൽ ശ്രീകാന്ത് സുധിയും തലവേദനിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ സുധിയോട് ചോദിക്കണം, ചന്ദ്രമതി എന്താണ് നിനക്ക് പറ്റി? അപ്പോൾ സുധി പറയണം, അമ്മ എനിക്ക് തലവേദനിച്ചിട്ട് വയ്യാന്ന്. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയാൻ തുടങ്ങുമായിരുന്നു, ബിയർ അടിച്ച കാര്യം പറയാണെങ്കിൽ സുധി അത് തടയണം. അത് കഴിഞ്ഞിട്ട് ശ്രീകാന്തും തലവേദനിച്ചിട്ട് വയ്യ പറയുമ്പോൾ അതെന്താ വയ്ക്കുമ്പോൾ പറയും, ബിസിനസ് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടാണല്ലോ സുധിയേട്ടൻ്റെ തലവേദന, സുധിയേട്ടൻ്റെ കൂടെ ഞാനും ചർച്ച ചെയ്യാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്കും തലവേദന എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് സച്ചി കയറി വരുന്നത്. സച്ചി കയറി വന്നിട്ട് എല്ലാവരും ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരു കാര്യം പറയാണ്. പവൻ തുടങ്ങി അവൻ്റെ വലിയ കാര്യം കൊണ്ട് പറച്ചില്ലെന്ന് പറയാണ് ചന്ദ്രമതി. അപ്പോൾ സച്ചി അച്ഛനോട് പറയണം, അച്ഛാ ഇങ്ങനെ ടൗണിൽ ഒരു കട കൊടുക്കാനുണ്ട്, ഇങ്ങനെ ഒരാൾ എൻ്റെ വണ്ടിയിൽ ഓട്ടം കയറിയായിരുന്നു, അദ്ദേഹത്തിന് കട ഒഴിവാകാൻ പറഞ്ഞിട്ട് 2 പേർ അദ്ദേഹത്തെ ആക്രമിച്ചു, ഞാൻ അവരെ അടിച്ചോടിച്ചു, ആ കട അദ്ദേഹം വിൽക്കാനാണ്, അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ അമേരിക്കയിലാണ്, അദ്ദേഹത്തിന് അമേരിക്കയ്ക്ക് പോകാനാണ്. അപ്പോൾ സുധി എന്തായാലും ഒരു ബിസിനസ് നടത്തണമെന്ന് പറഞ്ഞില്ലേ, ആ കടയാകുമ്പോൾ അവിടെ ഇരിക്കാൻ വേണ്ടി AC ഫുള്ള് AC ആണ്, അതിനുള്ളിൽ ഇരിക്കാൻ വേണ്ടിയുള്ള, പുറത്തേക്ക് എവിടേക്കും പോകേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയണം. അപ്പോൾ ചന്ദ്രമതി പറയണം, സച്ചിയുടെ വാക്കും കേട്ട് ആരും ഒന്നിലും പോയി ചാടല്ലേ, അവൻ നിങ്ങൾക്ക് നല്ലതിനൊന്നും ചെയ്യില്ല പറയണം ശ്രുതിക്കൊന്നും വലിയ താല്പര്യമില്ലത് കേട്ടോ. പക്ഷേ വർഷ പറയും, നല്ല ഐഡിയയാണ് ശ്രുതി ചേച്ചി, നല്ല ഐഡിയയാണ്, ശ്രുതിയേട്ടനെ ക്ലിക്കാവും തന്നെയാണ് എനിക്കും തോന്നണമെന്ന് പറയണം. അങ്ങനെ എല്ലാവരും പറയുമ്പോൾ ശ്രുതി പറയണം, എന്തായാലും നമുക്ക് ആ കടയൊന്ന് പോയി കാണാം, എന്നിട്ട് ബാക്കി തീരുമാനിക്കാമെന്ന് പറയാം. ഈ സമയത്ത് രേവതി പറയും, സച്ചിയേട്ടൻ ഒന്നും ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ട് രേവതി സച്ചീനെ അകത്തേക്ക് വിളിച്ചോണ്ടിട്ട് ചോദിക്കും, എന്തിനാ സച്ചിയേട്ടൻ മറ്റുള്ളവരുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടുന്നത്? അവർക്ക് സച്ചിയേട്ടൻ പറയുന്നതൊന്നും താല്പര്യമില്ല, പിന്നെ എന്തിനാ സച്ചിയേട്ടൻ ആവശ്യമില്ലാത്തതിന് ഇടപെടണം പറയുമ്പോൾ സച്ചി പറയണം, എത്രയായാലും അവൻ്റെ കൂടെ പുറപ്പല്ല രേവതി, അവന് പഠിപ്പുണ്ടെന്നുള്ള അവനൊരു നല്ല ബോധമില്ല, അപ്പോൾ അവനൊരു നല്ല വഴിക്ക് തിരിച്ചുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ എന്നൊക്കെ ചോദിക്കും. സച്ചിയേട്ടൻ നല്ലതിനായിട്ട് ചെയ്യണത് കണ്ടില്ലേ, നാളെ മേലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അത് സച്ചിയേട്ടൻ്റെ തലയിലേക്കല്ലേ വരൂ എന്നൊക്കെ പറയണ രേവതി. അങ്ങനെ പറയുമ്പോൾ സച്ചി പറയണം, അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ രേവതി, നമ്മുടെ കൂടെ പുറപ്പല്ലേ എന്നൊക്കെ പറയണം. അങ്ങനെ അവർ കട കാണാൻ പോകാം എന്നുള്ള തീരുമാനത്തിലെത്തി എല്ലാവരും കൂടി കട കാണാൻ പോണു. കടയൊക്കെ കാണുമ്പോൾ രവീന്ദ്രന് ഇഷ്ടമാണ്, നല്ല കടയടാ സച്ചി എന്നൊക്കെ പറയണം. അപ്പോൾ എല്ലാവരും കടയൊക്കെ ഒന്ന് നടന്ന് ചുറ്റിക്കാണ് പറയുക. അപ്പോൾ ഓണർ വന്നിട്ട് ചോദിക്കുക, സച്ചി എപ്പോഴേക്കും നീ കട വാങ്ങാൻ വന്നോ എന്ന് ചോദിക്കണം. അപ്പോൾ ഇല്ല സാർ, എന്തായാലും കട എടുക്കാനായിട്ടുള്ള മുന്നേ കടയൊന്ന് കാണണമല്ലോ, അപ്പോൾ അതിന് വേണ്ടി വന്നതാണെന്ന് പറയാണ്. അങ്ങനെ ചന്ദ്രമതി പറയണം. അങ്ങനെ എല്ലാവരും കടയൊക്കെ ചുറ്റി നടന്ന് കാണണം, നല്ല കടയാണ് എന്നൊക്കെ പറയണം. അപ്പോൾ വർഷ ശ്രീകാന്തിനോട് തന്നെ, ശ്രീകാന്തി നമുക്ക് വലിയൊരു 50 ഇഞ്ചിൻ്റെ TV മേടിക്കണം, നമ്മുടെ റൂമിൽ വയ്ക്കാം, മറ്റേതിൽ അച്ഛൻ എപ്പോഴും ന്യൂസ് കാണും, അല്ലെങ്കിൽ അമ്മ സീരിയൽ കാണും, നമ്മുടെ റൂമിലാകുമ്പോൾ നമുക്ക് ഇഷ്ടത്തിന് എന്താ വെച്ചാൽ കാണാമല്ലോ എന്നൊക്കെ പറയുന്നു. അപ്പോഴത്തെ രേവതി ഫ്രിഡ്ജ് നോക്കിയിട്ട് പറയണം, സച്ചിയേട്ടാ ഇങ്ങനെ ഒരു ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ പൂക്കളൊക്കെ കേട് വരാതിരിക്കായിരുന്നു എന്നൊക്കെ പറയുന്നു. ഇങ്ങനെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ സുധി വന്നിട്ട് കടക്കാരനോട് ചോദിക്കണം, സാർ ഞാനാണ് സുധി, ഇതെൻ്റെ ബിസിനസ് കാർഡാണ് സാർ, ഇതിന് ഈ കടയ്ക്ക് എത്ര വർഷമായി, 5 ഇയേഴ്സ് ബാക്കിലുള്ള ടേൺ ഓവർ എത്രയാണ്, ഒരു വർഷം എത്ര ടേൺ ഓവർ ഉണ്ട്, എത്ര സെയിൽസ് നടക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ വലിയ ബിസിനസ്മാൻമാരെ പോലെ ശ്രുതി സംസാരിക്കുകയാണ്. അപ്പോൾ സച്ചി പറയണം, ശ്രുതി നീ പോയി കടയൊക്കെ ഒന്ന് കാണാൻ പറഞ്ഞിട്ട് അച്ഛനോട് പറഞ്ഞിട്ട്, എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ സംസാരിക്കണം എന്നൊക്കെ ചോദിക്കണം. അങ്ങനെ ശ്രുതി കട നടന്ന് കണ്ണൻ്റെ ഇടയിൽ ഇത് കാണുന്നു, റിവോൾവിങ് ചെയർ കാണുന്നു കൗണ്ടറിൽ. അപ്പോൾ ടേബിളിൻ്റെ അവിടെയുള്ള റിവോൾവിങ് ചെയർ കാണുമ്പോൾ ശ്രുതി അതിൽ ചെന്നിട്ട് ഭയങ്കര അന്തസ്സോട് കൂടിയിട്ട് കാലും കയറ്റിയിരിക്കുകയാണ്. അപ്പോൾ ശ്രുതി ഇപ്പോഴേ ഓൾറെഡി ഒരു മുതലാളി എന്നുള്ള വട്ടത്തിലാണ് ശ്രുതി നീങ്ങിക്കുന്നത്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വലിയ കഥയായിട്ടൊന്നും ഇല്ല, ശ്രുതി ആ കട എടുക്കും എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഇങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് വരുന്നത്. അപ്പോൾ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്